ഡൽഹിയിൽ 8ാമത് നിയമസഭയുടെ ആദ്യ സമ്മേളനം ഇന്ന് ചേരും. നിയുക്ത എംഎൽഎമാരുടെ സത്യപ്രതിജ്ഞയും സ്പീക്കർ തെരഞ്ഞെടുപ്പും ഇന്ന് നടക്കും. സഭയിലെ മുതിർന്ന അംഗം അരവിന്ദർ സിംഗ് ലൗലിയാണ് പ്രോട്ടേം സ്പീക്കർ. AAP സർക്കാരിനെതിരായ CAG റിപ്പോർട്ടും സഭയിൽ വയ്ക്കുമെന്ന് സൂചനയുണ്ട്. ഗൗതം അനന്തനാരായണൻ ചേരുന്ന വിവരങ്ങളുമായി. ഗൗതം, ഇന്ന് വളരെ പ്രധാനപ്പെട്ടൊരു സമ്മേളനമാകും ചേരുക. കാരണം വർഷങ്ങൾക്ക് ശേഷം BJP ഒരു സഭയെ നയിക്കുകയാണ്. അവിടെ പക്ഷേ AAPയെ സംബന്ധിച്ചും നിർണായകമാണ് ഇന്നത്തെ സഭാ സമ്മേളനം ചേരുമ്പോൾ. അതെ, CAG റിപ്പോർട്ട് സഭയിൽ വരുന്നു എന്നുള്ളത് കൊണ്ട് തന്നെ വിവരങ്ങൾ എന്തൊക്കെയാണ് ഗൗതം? വീണ, ഇന്നിപ്പോൾ ആദ്യത്തെ സഭ ചേരുകയാണ്. BJP സർക്കാർ 27 വർഷത്തിന് ശേഷം എത്തിക്കഴിഞ്ഞിട്ട് 8ാമത്തെ ഡൽഹി നിയമസഭയുടെ ആദ്യ സമ്മേളനമാണ്. 3 ദിവസത്തേക്കാണ് ഈ സമ്മേളനം ചേരുന്നത്. ഇന്നും അതോടൊപ്പം തന്നെ നാളെ മറ്റന്നാൾ, അങ്ങനെ 3 ദിവസം നീണ്ടു നിൽക്കുന്ന സമ്മേളനമാണ്. നിരവധി ഭരണഘടനാപരമായ കാര്യങ്ങൾ ചെയ്തു തീർക്കേണ്ട സമ്മേളനം കൂടിയാണ്. അതായത് ഒന്ന്, നിയുക്ത MLAമാരുടെ സത്യപ്രതിജ്ഞ നടക്കേണ്ടതുണ്ട്. കഴിഞ്ഞ ദിവസങ്ങളിൽ മുഖ്യമന്ത്രിയും അതോടൊപ്പം തന്നെ മറ്റ് 6 മന്ത്രിമാരുടെയും സത്യപ്രതിജ്ഞ നടന്നുവെങ്കിലും MLAമാരുടെ അസംബ്ലി മെമ്പേഴ്സ് എന്ന നിലയിലുള്ള സത്യപ്രതിജ്ഞ ഇന്ന് രാവിലെ 11 മണി മുതൽ ആരംഭിക്കുന്നു. ഉച്ചയ്ക്ക് 2 മണിക്ക് സ്പീക്കർ തെരഞ്ഞെടുപ്പ് നടക്കും. അപ്പോൾ ഈ സ്പീക്കർ തെരഞ്ഞെടുപ്പിനും MLAമാരുടെ സത്യപ്രതിജ്ഞയ്ക്കുമായി പ്രോട്ടേം സ്പീക്കറെ ഇന്നലെ ലഫ്റ്റനന്റ് ഗവർണർ VK സക്സേന പ്രഖ്യാപിച്ചു. അരവിന്ദർ സിംഗ് ലൗലി, അദ്ദേഹം ഈ നിയമസഭയിലെ ഏറ്റവും മുതിർന്ന നേതാക്കളിൽ ഒരാളാണ്. അദ്ദേഹത്തെയാണ് ഈ സ്പീക്കർ തെരഞ്ഞെടുപ്പിനും അതോടൊപ്പം തന്നെ ഈ MLAമാരുടെ സത്യപ്രതിജ്ഞയ്ക്കുമായുള്ള പ്രോട്ടേം സ്പീക്കറായി നിലവിൽ നിശ്ചയിച്ചിട്ടുള്ളത്. രാവിലെ 11-നാണ് സഭ സമ്മേളിക്കുന്നത്. ആദ്യം ഈ MLAമാരുടെ സത്യപ്രതിജ്ഞ, അതിനുശേഷം ഉച്ചതിരിഞ്ഞ് സ്പീക്കർ തെരഞ്ഞെടുപ്പ്. എന്തായാലും BJP മുന്നോട്ട് വെച്ചിരിക്കുന്ന വിജേന്ദർ ഗുപ്ത തന്നെ ഡൽഹിയുടെ സ്പീക്കർ ആകുമെന്ന കാര്യത്തിൽ സംശയമില്ല. കാരണം BJPക്ക് വലിയ ഭൂരിപക്ഷം 48 MLAമാരുണ്ട്. അതിനാൽ തന്നെ ആം ആദ്മി പാർട്ടി ഒരു തെരഞ്ഞെടുപ്പിന് നിന്നാൽ തന്നെ അവിടെ വിജയിക്കാൻ കഴിയുന്ന ഒരു സാഹചര്യവുമില്ല. അതിനാൽ വിജേന്ദർ ഗുപ്തയാകും ഈ 8ാം നിയമസഭയുടെ സ്പീക്കറായി വരുന്ന 5 വർഷം ഉണ്ടാകുക. നമുക്കറിയാം, അദ്ദേഹം വളരെ സീനിയർ നേതാവാണ്. മാത്രമല്ല ഡൽഹി നിയമസഭയിൽ പ്രതിപക്ഷ നേതാവായി കഴിഞ്ഞ ടേമിൽ ഉണ്ടായിരുന്നു. BJPക്ക് അടിതെറ്റിയ തെരഞ്ഞെടുപ്പിൽ പോലും 2015-ലും 2020-ലും BJPക്ക് അധികാരം നഷ്ടപ്പെടുന്ന അല്ലെങ്കിൽ അധികാരത്തിലേറാൻ കഴിയാത്ത രീതിയിൽ വലിയ തോതിലുള്ള തെരഞ്ഞെടുപ്പ് പരാജയമുണ്ടായ ഘട്ടത്തിൽ പോലും വിജേന്ദർ ഗുപ്ത തൻ്റെ രോഹിണി എന്ന സ്വന്തം നിയമസഭാ മണ്ഡലത്തിൽ നിന്നും വിജയിച്ചു വന്ന വളരെ സീനിയറായിട്ടുള്ള നേതാവാണ്. അദ്ദേഹത്തെയാണ് ഈ സ്പീക്കറായി BJP ഉയർത്തി കാണിക്കുന്നത്. അദ്ദേഹം സ്പീക്കർ പദവിയിൽ എത്തുമെന്ന കാര്യത്തിലും തർക്കമില്ല. ഒപ്പം വളരെ ശ്രദ്ധേയമാകുന്നത് ഈ ആം ആദ്മി പാർട്ടിയുമായി ബന്ധപ്പെട്ടുള്ള CAG റിപ്പോർട്ട് നിയമസഭയിൽ വയ്ക്കുമെന്നുള്ളതാണ്. രേഖാ ഗുപ്ത സർക്കാരിൻ്റെ ആദ്യത്തെ മന്ത്രിസഭാ യോഗത്തിൽ തന്നെ ഇക്കാര്യം പ്രഖ്യാപിച്ചിരുന്നു. കാരണം 14ഓളം CAG റിപ്പോർട്ടുകൾ, വളരെ ഗുരുതരമായ ആരോപണങ്ങൾ മുൻ സർക്കാരുകൾക്കെതിരെ ചൂണ്ടിക്കാണിക്കുന്ന CAG റിപ്പോർട്ടുകളുണ്ട്. സാധാരണ ഇത്തരം റിപ്പോർട്ടുകൾ നിയമസഭയിൽ വെച്ച് അതുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചകൾ സഭയ്ക്കകത്ത് നടക്കേണ്ടതാണ്. പക്ഷേ AAP സർക്കാർ, അരവിന്ദ് കെജ്രിവാളിൻ്റെ നേതൃത്വത്തിലുള്ള മുൻ സർക്കാർ കഴിഞ്ഞ 11 വർഷവും ഇത്തരം CAG റിപ്പോർട്ടുകൾ മുക്കിവെച്ചിരുന്നു എന്നത് ഒരു വസ്തുതയാണ്. അതിനാൽ അത്തരം റിപ്പോർട്ടുകൾ, വളരെ ഗുരുതരമായ ആരോപണങ്ങൾ, മുൻ സർക്കാരിൻ്റെ കെടുകാര്യസ്ഥതയും അഴിമതിയും ചൂണ്ടിക്കാണിക്കുന്ന അത്തരം റിപ്പോർട്ട് ഈ നിയമസഭയുടെ മേശപ്പുറത്ത് വയ്ക്കുകയാണ്. സ്വാഭാവികമായും അതിന്മേലുള്ള ചർച്ചയും ഈ നിയമസഭയുടെ കാലത്ത് തന്നെ ഉണ്ടാകും. ഒരുപക്ഷെ 26-ാം തീയതിയാകും അതുമായി ബന്ധപ്പെട്ടുള്ള ചർച്ച നടക്കുക. നാളെയാണ് ലഫ്റ്റനന്റ് ഗവർണർ VK സക്സേന നിയമസഭയെ അഭിസംബോധന ചെയ്ത് സംസാരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ പ്രസംഗത്തിനുള്ള മറുപടി ചർച്ച 26-ാം തീയതി നടക്കും. അങ്ങനെ 3 ദിവസത്തെ നിർണായകമായ സമ്മേളനത്തിനാണ് ഇന്നിപ്പോൾ തുടക്കം കുറിക്കാൻ പോകുന്നത്. വീണ. ഓക്കെ, ശരി ഗൗതം.